ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും പുറത്തുള്ള നിബന്ധനകൾ ഏർപ്പെടുത്താനാകില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും ജസ്റ്റിസുമാരായ ബി.വി. നാഗരത്ന, എൻ.കെ. സിംഗ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടുത്തിടെ കുറേ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതിൽ ആനയും ആളുകളും ആനയും തീവെട്ടിയും തമ്മിലുള്ള അകലം, ആനയും തമ്മിലുള്ള അകലം ഒക്കെ പുതിയ നിബന്ധനകളായി മാർഗ്ഗനിർദ്ദേശങ്ങളായി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുകയായിരുന്നു. അത് നടപ്പാക്കിയേ പറ്റൂ എന്ന് കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. നടപ്പിലാക്കാതിരുന്ന ചില ദേവസ്വങ്ങൾക്കെതിരെ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. തുടർന്നാണ് 2 ദേവസ്വങ്ങൾ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഈ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഈ ഉത്തരവ് പരിശോധിച്ചതിന് ശേഷം അത് സ്റ്റേ ചെയ്തു എന്നുള്ളതാണ്. അതായത് കോടതി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ എന്ന്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചട്ടം, ആ ചട്ടത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറയാൻ മാത്രമേ ഹൈക്കോടതിക്ക് കഴിയൂ. അത് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കാനേ പറ്റൂ. പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനോ കൊണ്ടുവരാനോ ഹൈക്കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന നാട്ടാന പരിപാലന ചട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ ആന എഴുന്നള്ളിപ്പുമായി നിബന്ധനകളുള്ളത്, ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണോ ആ നിബന്ധനകൾ നടപ്പിലാക്കാം എന്ന് പറയാമെന്നല്ലാതെ കൂടുതൽ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് ആവശ്യപ്പെടാൻ ഹൈക്കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രായോഗികമല്ല, മറ്റൊന്ന് ഹൈക്കോടതി നടപടി നിയമപരമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേ ഉത്തരവാണ് ഇന്ന് വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവ സീസൺ വരികയാണ്. ഉത്സവ സീസണിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ രൂപപ്പെടുമായിരുന്നു. ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും മുടങ്ങുന്ന സാഹചര്യം വരുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ദേവസ്വങ്ങൾക്കും സർക്കാരിനും ഒക്കെ കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായും ആ നിലയിൽ കൂടിയാണ് ഈ കോടതി ഉത്തരവിനെ കേരളം കാണുക കൂടി ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്.